ഇന്നലെ രാത്രി 9:30-യോടെയാണ് മണിയുടെ ഓട്ടോയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാന മണിയെ വലിച്ചെടുത്ത ശേഷം തുമ്പിക്കൈ കൊണ്ട് പുറത്തേക്ക് എറിയുകയായിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. ആന ഈ ഓട്ടോ കുത്തിമറിച്ചു. ഈ ഓട്ടോയിലുണ്ടായിരുന്ന മറ്റ് ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അവരെല്ലാവരും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഇതൊരു കൊച്ചു കുട്ടിയടക്കമുള്ളവർക്ക് അത്ഭുതകരമായി അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനായി. പക്ഷേ അപ്പോഴും മണി എന്ന ഓട്ടോ ഡ്രൈവറായ ഗൃഹനാഥന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ ഒരു കുടുംബം അനാഥമാകുന്നു. ഇന്നിപ്പോൾ രാവിലെ മോർച്ചറിക്ക് മുന്നിൽ ഭാര്യയും 2 കൊച്ചുകുട്ടികളും മക്കളടങ്ങുന്ന കുടുംബം അലമുറയിട്ടുകൊണ്ട് കണ്ണീർ വാർക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ടാറ്റ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിക്ക് വരാന്തയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തങ്ങൾക്ക് ഇനി ആരുണ്ട് എന്നുള്ളൊരു സങ്കടകരമായ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല, ഈ വർഷം തുടങ്ങിയതിന് ശേഷം ഇതിപ്പോൾ 2 മാസത്തിനുള്ളിൽ 4 പേർക്ക് ഇടുക്കിയിൽ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. ജനങ്ങൾ ഒന്നടങ്കം വനംവകുപ്പിനെതിരെ തിരിയുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഇന്നലെ നയമക്കാട് എസ്റ്റേറ്റിൽ പടയപ്പ അടക്കമുള്ള ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടേക്ക് കൃത്യമായി RRT സംഘങ്ങൾ എത്തിയിരുന്നെങ്കിൽ ആനകളെ തുരത്തി ഓടിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മണിയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. അത്തരത്തിൽ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വനംവകുപ്പിന് നേരെ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ മൂന്നാറിൽ ഹർത്താലാണ്. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. എന്തായാലും വലിയ ശക്തമായ ജനകീയ പ്രതിരോധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം കാട്ടാനകളുടെ ശല്യത്തെ തുടർന്ന് ഇപ്പോൾ ഇതിനോടകം ഇടുക്കി ജില്ലയിൽ തന്നെ 50-ലധികം പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.